നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒരു പലരും കമൻറ്റിലായിട്ട് ചോദിച്ചേക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. പലരും എൻ്റെ പല വീഡിയോസും കണ്ടിട്ട് അതിൽ പല ഡൗട്ടുകളും ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൽ കുറേ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ച കാര്യങ്ങളാണ് MS ഓഫീസിൻ്റെ ലേറ്റസ്റ്റ് വെർഷൻ വേണമെന്ന്. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു ഉടനെ തന്നെ നമ്മൾ ലേറ്റസ്റ്റ് വെർഷൻ ചെയ്യുകയുണ്ടായി. അതേപോലെ തന്നെ ഓൾഡ് വെർഷൻ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ 2007 ചെയ്യുകയുണ്ടായി. 2019ഉം 2007ഉം നമ്മൾ 2 തവണയായിട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ കമൻറ്റിൽ നമ്മൾ പല തവണയായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു 2010 വെർഷൻ നിങ്ങൾ ചെയ്യാമോ എന്ന്. അപ്പോൾ നമ്മൾ 2010 വെർഷൻ ചെയ്ത് ലിങ്ക് തരാമോ എന്നൊക്കെ പലരും ചോദിച്ചു. അപ്പോൾ അതേ പ്രകാരം നമ്മൾ 2010 വെർഷൻ്റെ എങ്ങനെയാണ് അത് ഡൗൺലോഡ് ചെയ്യുക, അതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക, അതിൻ്റെ ആക്ടിവേഷൻ എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ നമ്മൾ എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ കാണുന്ന MS ഓഫീസിൻ്റെ 2010 വെർഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന അതിൻ്റെ കീയും അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെയാണ് ആക്ടിവേഷൻ്റെയൊക്കെ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് MS ഓഫീസ് 2010 വെർഷൻ ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മുടെ ഈ കാണുന്ന ലിങ്ക് കോപ്പി ചെയ്ത് നമുക്കൊരു വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്ത് നമുക്കതിലേക്ക് ലോഡ് ചെയ്യാവുന്നതാണ്. ഈ ലിങ്കുകളൊക്കെ തന്നെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ആ ലിങ്ക് ഓപ്പൺ ആക്കി എടുത്തു. അപ്പോൾ നമുക്കത് സ്ക്രോൾ ചെയ്ത് താഴത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാവുന്നതാണ് അതിൻ്റെ ഡൗൺലോഡിങ് ഓപ്ഷൻ. അവിടെ നമ്മൾ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ വീണ്ടും സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ക്ലിക്ക് ഹിയർ ഡൗൺലോഡ് എന്ന ഓപ്ഷൻ വീണ്ടും കാണാം. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും ഡൗൺലോഡിങ്ങിലേക്ക് നമ്മുടെ പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ഡൗൺലോഡിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ തന്നെ അവിടെ കാണിക്കുന്നതാണ്. 600 MB ആണ് ഇതിൻ്റെ സൈസ് വരുന്നത്. നമ്മൾ ഡൗൺലോഡിങ് ഓൾറെഡി കൊടുത്തു. അപ്പോൾ നമ്മൾ ഡൗൺലോഡിങ് കൊടുത്തിട്ടുണ്ട്. നമുക്കത് കുറച്ച് ടൈം എടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ MS ഓഫീസ് 10 നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ കൊടുത്തു 2010. അപ്പോൾ നമുക്ക് അതിൻ്റെ ആക്ടിവേറ്റർ ഡൗൺലോഡ് ചെയ്യാം. അത്യാവശ്യം നല്ല ടൈം മറ്റേതിന് എടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ആക്ടിവേറ്ററിൻ്റെ ലിങ്ക് നമ്മൾ വൈറ്റ് പാഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്ക് കോപ്പി ചെയ്തെടുത്തിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇത് കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കയറാവുന്നതാണ്. അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്ത് കൊടുക്കുന്നു. സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഡൗൺലോഡിങ് ഓപ്ഷൻ അവിടെ വരുന്നതാണ്. നമ്മളതിൽ നിസാർ MB ആണ് ഈ ക്രാക്കിന് വരുന്നുള്ളൂ ആക്ടിവേറ്ററിന്. അപ്പോൾ അതും ഡൗൺലോഡിങ് കൊടുക്കുന്നു. അത് പെട്ടെന്ന് ആവുന്നതാണ്, വലിയ സൈസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ. അപ്പോൾ നമുക്കത് പെട്ടെന്ന് ഡൗൺലോഡായി കിട്ടുന്നുണ്ട്. കാരണം നമുക്ക് സ്ക്രീനിൽ കാണാൻ മേലെ ഡൗൺലോഡ് ആവുന്നത് വളരെ എളുപ്പത്തിൽ അത് ഡൗൺലോഡ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഡൗൺലോഡ് ആവുകയാണ്. മറ്റേ നമ്മുടെ അതുപോലെ തന്നെ MS ഓഫീസും 600 MB ഉള്ളതും ഡൗൺലോഡ് ആവുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഏറെക്കുറെ വളരെ എളുപ്പത്തിൽ ഡൗൺലോഡ് ആയി തീരുന്നതാണ്. കാരണം നിസാർ MB ആണ് ഇതിന് നിലവിലുള്ളത്, അതായത് ക്രാക്കിന് നിലവിലുള്ളത്. അപ്പോൾ നമ്മളതിൻ്റെ സീരിയൽ കീ ഞാൻ നോട്ട് പാഡിൽ കൊടുത്തേക്കുന്നത് കാണാം. ആ സീരിയൽ കീ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നതാണ്. ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ സീരിയൽ കീ ആവശ്യമുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ആക്ടിവേറ്ററിൻ്റെ ഡൗൺലോഡിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഏറെക്കുറെ. അന്ന് നമ്മുടെ MS ഓഫീസിൻ്റെ ഡൗൺലോഡിങ് ഏറെക്കുറെ 25% അടുത്തോളം ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്കവിടെ കംപ്ലീറ്റ് എന്ന് കാണിക്കുമ്പോൾ താഴെ ഡൗൺലോഡ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ നമുക്ക് നിലവിൽ താഴെ ഡൗൺലോഡായി വന്നതായിട്ട് കാണാം. നമുക്കത് ഓപ്പൺ കൊടുക്കുക. അത് RAR ഫയലായിട്ടാണ് വന്നേക്കുന്നത്. അത് എക്സ്ട്രാക്ട് ചെയ്ത് നമുക്ക് നമ്മുടെ ഡെസ്ക്ടോപ്പിലേക്ക് ഇടാം. നിങ്ങൾ ഈ ആക്ടിവേറ്റർ എന്തായാലും റൺ ചെയ്യുന്നതിന് മുമ്പ് ഈ സംഭവം നമ്മൾ കമ്പ്യൂട്ടറിലായി തന്നെ ഡിഫൻഡറും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിൻഡോസിൻ്റെ ഡിഫൻഡറൊക്കെ ടേൺ ഓഫ് ചെയ്തിടുക. അല്ലാത്ത പക്ഷം നമ്മുടെ ക്രാക്ക് ഈ ഡിഫൻഡർ പിടിച്ചു പോകുന്നതാണ്. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ ഡിഫൻഡർ സെർച്ച് ചെയ്താൽ വിൻഡോസ് ഡിഫൻഡർ ഞാൻ ടേൺ ഓഫ് ചെയ്യണ വീഡിയോ ചെയ്തതിന് മുമ്പ് ചെയ്തിരുന്നു, എങ്ങനെയാണ് വിൻഡോസ് ഡിഫൻഡർ ടേൺ ഓഫ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും വിൻഡോസിൻ്റെ ഡിഫൻഡർ ടേൺ ഓഫ് ചെയ്ത് നോക്കുക. എൻ്റെ സിസ്റ്റത്തിൽ ഓൾറെഡി ടേൺ ഓഫ് ആണ്. അപ്പോൾ നിങ്ങളുടെ മെഷീനിൽ വിൻഡോസിൻ്റെ ഡിഫൻഡർ ടേൺ ഓഫ് ആണോ എന്ന് നിർബന്ധമായി നോക്കുക. അല്ലാത്ത പക്ഷം ഈ ഡിഫൻഡറിൻ്റെ മറ്റേ ആക്ടിവേറ്ററിൻ്റെ RAR ഫയൽ എക്സ്ട്രാക്ട് ചെയ്ത് വരുമ്പോൾ അത് റൺ ചെയ്യാൻ നേരത്തെ അത് ഡിഫൻഡർ പിടിച്ചു പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ഡിഫൻഡർ അത് ഡിസേബിൾ ചെയ്തതിന് ശേഷം നമ്മുടെ ഡൗൺലോഡിങ് എന്തായി നോക്കണം. നമ്മുടെ MS ഓഫീസ് 2010ൻ്റെ ഡൗൺലോഡിങ്. അപ്പോൾ അത് ഏറെക്കുറെ 50% ആയിട്ടുള്ളൂ. അത് കംപ്ലീറ്റ് ആയതിന് ശേഷം നമുക്ക് ബാക്കി നോക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ MS ഓഫീസ് 2010ൻ്റെ വെർഷൻ ഡൗൺലോഡിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. താഴെ നമുക്ക് RAR ഫയലായിട്ട് ഓപ്പൺ വന്നിട്ടുണ്ട്. അത് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് നമ്മുടെ ഡെസ്ക്ടോപ്പിലേക്കോ അല്ലെങ്കിൽ അടുത്തൊരു പാർട്ടീഷനിലേക്കോ മറ്റും നമ്മൾ ഇടുക. അപ്പോൾ നമുക്ക് ഡൗൺലോഡിങ് കാണാം. നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുകയാണ്. അപ്പോൾ നിലവിൽ ഓപ്പൺ കൊടുത്ത് എക്സ്ട്രാക്ട് ചെയ്യുന്നു. എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ പോലെ ആദ്യം ഡെസ്ക്ടോപ്പിലേക്ക് കൊടുത്ത പോലെ ഡെസ്ക്ടോപ്പിലേക്ക് മറ്റും കൊടുക്കുക. അപ്പോൾ അത് റൺ ചെയ്ത് RAR ഫയൽ എക്സ്ട്രാക്ട് ചെയ്ത് വരുന്നതാണ്.
എക്സ്ട്രാക്റ്റിംഗ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നതിനെക്കുറിച്ചാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ഏറെക്കുറെ നമ്മുടെ എക്സ്ട്രാക്റ്റിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് മനസ്സിലാവും. നമ്മളിനി ഡെസ്ക്ടോപ്പിലേക്ക് നോക്കിയാൽ നമ്മുടെ ഈ ഫയൽ അവിടെ ഡെസ്ക്ടോപ്പിൽ വന്നിട്ടുണ്ടാവും. നമുക്ക് എല്ലാം മിനിമൈസ് ചെയ്തതിനു ശേഷം ഡെസ്ക്ടോപ്പിൽ നോക്കിയാൽ കാണാം MS Office 2010 എന്നുള്ളത് നമ്മുടെ ഡെസ്ക്ടോപ്പിൻ്റെ സ്ക്രീനിൽ വന്നിട്ടുണ്ട്. അവിടെ അതിൻ്റെ ഒരു ആക്ടിവേറ്റർ അവർ കൊടുത്തിട്ടുണ്ട്. അത് റൺ ആവാൻ സാധ്യത കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ മറ്റൊരു ആക്ടിവേറ്റർ ഡൗൺലോഡ് ചെയ്യിച്ചത്. അപ്പോൾ നമ്മൾ അവിടുത്തെ സെറ്റപ്പ് ഫയൽ റൺ ചെയ്യുക. സെറ്റപ്പ് ഫയൽ റൺ ചെയ്തതിന് ശേഷം അപ്പോൾ നമുക്കവിടെ ഇപ്പോൾ ഇതുപോലത്തെ സ്ക്രീനിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നതാണ്. അപ്പോൾ നമുക്കവിടെ ഇനി അടുത്തതായി വരുന്ന നമ്മുടെ സീരിയൽ കീയും മറ്റും ചോദിക്കണതാണ്. അപ്പോൾ നമ്മളത് ഓൾറെഡി വേർഡ് പാഡിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ താഴെ അതിൻ്റെ സീരിയൽ കീയും കൊടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആക്സെപ്റ്റ് ഒക്കെ ചെയ്തതിനു ശേഷം നമുക്ക് സീരിയൽ കീ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ അവിടെ ഫസ്റ്റായിട്ട് നമുക്ക് സീരിയൽ കീ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഈ കാണുന്നതാണ് സീരിയൽ കീ. ഞാനത് കോപ്പി ചെയ്ത് അങ്ങനെ തന്നെ പേസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് അത് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് അങ്ങനെ തന്നെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ പേസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ സെർച്ച് ചെയ്ത് നോക്കും, ചെക്ക് ചെയ്ത് നോക്കും അത് തന്നെയാണെന്ന്. അപ്പോൾ അത് ഓക്കെ ആണെങ്കിൽ മാത്രമാണ് നമുക്കത് കണ്ടിന്യൂ അടിച്ച് മുമ്പോട്ട് പോകാനുള്ള ഓപ്ഷൻ കിട്ടും. അപ്പോൾ അത് കണ്ടിന്യൂ നിലയിൽ വന്നിട്ടുണ്ട്. നമുക്ക് അക്സെപ്റ്റ് ചെയ്ത് ടിക്ക് ചെയ്തതിനു ശേഷം പോകാം. അപ്പോൾ ഇൻസ്റ്റാൾ നൗ കൊടുത്താൽ എല്ലാം നമുക്ക് ഇൻസ്റ്റാൾ ആവുന്നതാണ്. നമുക്ക് അതിൻ്റെ ആവശ്യമില്ലെങ്കിൽ കസ്റ്റമൈസ് കൊടുത്താൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ അവിടെയുള്ള അത്യാവശ്യം എനിക്ക് യൂസ് ഇല്ലാത്തതൊക്കെ തന്നെ നമുക്ക് ഡിസേബിൾ ആക്കിയിട്ടാണ്. അതായത് എല്ലാം തന്നെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാൻ കൊടുക്കുന്നില്ല. നമുക്ക് വേർഡ്, എക്സൽ, പവർ പോയിൻ്റ് അത്യാവശ്യം വേണ്ട 3 ഐറ്റം മാത്രമാണ് ഞാനവിടെ ടിക്ക് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമുക്കവിടെ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് അവിടെ ആക്സസ്, ഔട്ട്ലുക്ക് അങ്ങനെയുള്ള മൈക്രോസോഫ്റ്റ് എല്ലാ ടൂൾസും വരുന്നതാണ്. നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഇൻസ്റ്റാൾ ചെയ്യാം. അല്ലെങ്കിൽ ഇൻസ്റ്റാൾ നൗ കൊടുത്താൽ നമുക്ക് എല്ലാം തന്നെ ഇൻസ്റ്റാൾ ആവുന്നതാണ്. അപ്പോൾ നിലവിൽ നമ്മൾ ഇൻസ്റ്റാളേഷൻ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു സമയം നമുക്ക് ഇൻസ്റ്റാളേഷനായിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ആക്ടിവേറ്റും കൂടെ ചെയ്യേണ്ട കാര്യമുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വെയിറ്റ് ചെയ്തിരിക്കുക. എന്നതിന് ശേഷം നമുക്ക് ആക്ടിവേഷൻ കൂടെ നോക്കാവുന്നതാണ്. എന്തായാലും ഇൻസ്റ്റാളേഷൻ അത്യാവശ്യം നല്ല ടൈം എടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് അത് ആക്ടിവേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാളേഷൻ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം ടൈം എടുക്കുന്നതാണ്. ക്ഷമയോടെ കാത്തിരിക്കുക. നമ്മൾ ആദ്യം തന്നെ ഡൗൺലോഡ് ചെയ്ത ക്രാക്ക് നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്യുക, ആക്ടിവേറ്റർ. അത് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിലെ നെറ്റ് നിർബന്ധമായും ഡിസ്കണക്റ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ ആക്ടിവേറ്റർ റൺ ചെയ്യുക. റൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു സ്ക്രീനായിട്ട് വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ മേലെ നമുക്ക് ആക്ടിവേറ്റർ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ആക്ടിവേറ്റർ എന്നൊരു ഓപ്ഷൻ, ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ ആക്ടിവേറ്റ് എന്നുള്ള സ്ക്രീൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ നെറ്റ് ഓൺ ആണെങ്കിൽ നമുക്കിപ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിൽ ഇപ്പോൾ നിലവിൽ നെറ്റ് ഓൺ ആണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കാണിച്ചതിന് ശേഷം ഈ ആക്ടിവേഷൻ എറർ ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം അവിടെ ആക്ടിവേറ്റിംഗ് റണ്ണിങ് ആവുന്നത് കാണാം. അപ്പോൾ ഈ സമയത്ത് റൺ ആവുന്ന സമയത്ത് നമ്മൾ നെറ്റ് ഓൺ ആണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഈ ആക്ടിവേറ്റർ എററായി പോവും. നമുക്കത് ആക്ടിവേഷൻ റൺ ആവുന്നതല്ല. അപ്പോൾ ഞാൻ അവിടെ സ്ക്രീനിൽ എനിക്ക് ആക്ടിവേഷൻ ഫെയിൽഡ് എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് നമ്മുടെ കമ്പ്യൂട്ടറിൽ നെറ്റ് നിർബന്ധമായിട്ടും ഡിസേബിൾ ചെയ്തിടണം, അല്ലെങ്കിൽ നമ്മുടെ ആക്ടിവേഷൻ ഓക്കെ ആവില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ നെറ്റ് ടേൺ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടെ ആക്ടിവേറ്റ് ചെയ്ത് നോക്കാം. നെറ്റ് ഓഫ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിൽ കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്യുക. കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കവിടെ കൺട്രോൾ പാനലിൽ വ്യൂ നെറ്റ്വർക്ക് സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷനിൽ എടുത്തതിന് ശേഷം ലെഫ്റ്റ് സൈഡിൽ ചേഞ്ച് അഡാപ്റ്റഡ് സെറ്റിങ്സ് എടുക്കുക. അവിടെ ഡിസേബിൾ ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട്. അപ്പോൾ അതിന് നമുക്ക് മിനിമൈസ് ചെയ്ത് ഇപ്പോൾ നമുക്ക് നെറ്റ് നമ്മൾ ഡിസേബിൾ ആവുന്നതാണ്. ഇനി നമുക്ക് ആക്ടിവേറ്റർ റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്കവിടെ ആക്ടിവേറ്റ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്കത് അവിടെ ഇൻസ്റ്റാൾ ചെയ്ത് കാണിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഈ നെറ്റ് ഡിസേബിൾ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ആക്ടിവേറ്റ് ആവുന്നതാണ്. എന്നതിന് ശേഷം നമ്മൾ നമ്മുടെ സ്റ്റാർട്ട് മെനുവിൽ നമ്മുടെ വേർഡ് 2010 ഓപ്പൺ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു സ്ക്രീൻ വരുന്നത് നമുക്ക് ക്യാൻസൽ കൊടുത്ത് വിടാവുന്നതാണത്. അവിടെ ക്യാൻസൽ കൊടുക്കുക. ക്യാൻസൽ കൊടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങനത്തെ ഒരു സ്ക്രീൻ വരുന്നതിലത്ത് ഡോണ്ട് മേക്ക് ചേഞ്ച് എന്ന് കൊടുത്ത് ടിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ MS Office 2010 റണ്ണിംഗ് ആണ് ഇപ്പോൾ നിലവിൽ. നമ്മളിന്ന് ചെയ്ത MS Officeൻ്റെ 2010 വേർഷൻ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക, അതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക, അത് ആക്ടിവേറ്റ് ചെയ്യുന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നിങ്ങൾ ഇതുവരെ കാണിച്ച വീഡിയോകളിലൊക്കെയുള്ള നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റിൽ നിങ്ങൾ രേഖപ്പെടുത്തി, അതേപോലെ തുടർന്നുള്ള വീഡിയോസിലും നിങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്കുള്ള പോരായ്മകൾ പരിഹരിക്കാം. അതേപോലെ നിങ്ങൾക്കുള്ള പുതിയ സംശയങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം.
അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിലുള്ളത് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതേപോലെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കമൻറ്റുകൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നമ്മൾ ഇനിയും ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ നമസ്കാരം.